ഹായ് ഹലോ എല്ലാവർക്കും മത്തങ്ങയിലേക്ക് സ്വാഗതം. ഞാൻ സോഫി പോളി. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. പിന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പുലിയുടെ കഥയല്ലേ? അമ്മാവര് പുലിയല്ലടാ. നീയും വലിയ മോശമൊന്നുമല്ല. നീ എന്തൊക്കെയാണത്, പാന്തറോ ബ്ലാക്ക് പാന്തറൊക്കെ ഇട്ടിട്ടാ വന്നെങ്ങനെ? അപ്പൊ പുലിയുടെ കഥയല്ലേ? മനുഷ്യര് കാട് കയറിയപ്പോ മൃഗങ്ങള് നാട് കയറി. മൃഗങ്ങൾക്ക് അവിടെ കുടിക്കാൻ വെള്ളം കിട്ടണില്ല. അപ്പൊ പുലി ആദ്യം വെള്ളം അന്വേഷിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് മത്തായിച്ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ മുറ്റത്ത് ചെമ്പ് നിറയെ വെള്ളം കണ്ട് പുലി സന്തോഷിച്ചു. പുലി അതിൽ വെള്ളം കുടിച്ച് സന്തോഷപൂർവ്വം കുടിച്ച് തല ഉയർത്തി നോക്കിയപ്പോ പുലി മുരുകന്റെ പോസ്റ്റർ കണ്ടേ. പുലി ആകെ ഞെട്ടിപ്പോയി. ഇതെപ്പ എന്നെ സിനിമയിലെടുത്തു, ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നെ സിനിമയിലെടുത്തേ എന്ന് പറഞ്ഞ് പുലി തുള്ളിച്ചാടി കാട്ടിൽ ചെന്ന് ആനോടും മറ്റു മൃഗങ്ങളോടൊക്കെ വിശേഷമൊക്കെ പറഞ്ഞു. വെള്ളം കുടിച്ച കഥയൊക്കെ പറഞ്ഞപ്പോൾ ആന പറഞ്ഞു, എനിക്കും വെള്ളം കുടിക്കണം, ഞാനും പോവും പിറ്റേ ദിവസം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആന വന്നത് ഈ മത്തായിച്ചേട്ടൻ്റെ വീടാണ് ആദ്യം കാണുന്നത്. അവിടെ ഈ മുറ്റത്ത് ചെമ്പിൽ നിറയെ വെള്ളം കണ്ട് ആന നല്ല ആസ്വദിച്ച് വെള്ളം കുടിച്ച് കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ചിന്നംവിളി കേട്ടു. ഇത് എനിക്ക് പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന് ആന ചിന്തിച്ച്. ഇത് ലക്ഷ്മിക്കുട്ടിയുടെ ശബ്ദമാണ്, അവൾ എന്നെ തേച്ചിട്ട് പോയിട്ട് ഇവിടെ കറങ്ങി നടക്കണല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ശബ്ദം കേട്ട സ്ഥലത്ത് പോയി നോക്കിയപ്പോ അത് മത്തായിച്ചേട്ടൻ്റെ വീടിന്റെ ജനലയുടെ ഉള്ളിൽ നിന്ന് ശബ്ദം തന്നെ. അപ്പൊ ആന അങ്ങനെ അങ്ങോട്ട് എത്തി നോക്കിയപ്പോ അവിടെ അന്ന് മത്തായിച്ചേട്ടനും കൂട്ടരും കണ്ടിരുന്ന സിനിമ ആന അലറലോടലറൽ എന്നായിരുന്നു. എന്തായിരുന്നു? ആന അരലോട് അലറലോടലറൽ എന്ന സിനിമയായിരുന്നു. അപ്പൊ ആന നോക്കിയപ്പോ ഈ പെട്ടിക്കൂടിന്റെ ഉള്ളിൽ ലക്ഷ്മിക്കുട്ടി നിൽക്കണേ. അവൾക്ക് അങ്ങനെ തന്നെ വേണം. മനുഷ്യര് പിടിച്ച അവളെ പെട്ടിക്കൂട്ടിലാക്കിയല്ലോ. പെട്ടിക്കൂടെന്ന് വെച്ചാൽ TV. ആനയ്ക്കത് TV ആണെന്നൊന്നും അറിയില്ലല്ലോ, ഒരു പെട്ടിക്കൂടാന്നല്ലേ. അപ്പൊ ആനയ്ക്ക് സന്തോഷമായി, അവളെന്നെ തേച്ചിട്ടതല്ലേ, തേച്ച് പോയതല്ലേ, അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ആന തുള്ളിച്ചാടി കാട്ടിൽ ചെന്ന് ഈ വിശേഷമൊക്കെ പറഞ്ഞപ്പോ കാട്ടുപന്നി തലയുറച്ച് ചോദിച്ചു, അവിടെ ഈ മത്തായിച്ചേട്ടൻ്റെ വീട്ടിൽ എനിക്ക് കുത്തി മറിച്ചിടാൻ പറ്റിയ ചേന, ചേമ്പ്, കാച്ചില്, കപ്പയ്ക്ക് ധാരാളം ഉണ്ടോ? ധാരാളം ഉണ്ടെന്ന് പറഞ്ഞപ്പോ കാട്ടുപന്നിക്ക് സന്തോഷമായി. പിറ്റേ ദിവസം കാട്ടുപന്നിയാണ് വന്നത്. കാട്ടുപന്നി വന്ന് മത്തായിച്ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ചേനയും ചേമ്പും ഒക്കെ അങ്ങോട്ട് കുത്തിമറിച്ചത്. ഇത്രയൊക്കെ മതി. അങ്ങനെ കുത്തിമറിച്ചിട്ട് തല ഉയർത്തി നോക്കിയപ്പോ നേരം വെളുത്തു. ഇനിയിപ്പോ എന്ത് ചെയ്യും? മനുഷ്യന്മാര് കണ്ട വെടിവെച്ച് പോലില്ലേ. അപ്പൊ അവിടെ കണ്ട ഒരു വയൽക്കൂട്ടത്തിന്റെ ഉള്ളില് ഒളിച്ചിരുന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ സൈഡില് തൊരപ്പൻ. അപ്പൊ തൊരപ്പൻ ചോദിച്ചു, സേട്ടനോ, വർഗം കൊണ്ട് നമ്മൾ രണ്ടാണെങ്കിലും തൊഴിൽ കൊണ്ട് നമ്മൾ ഒന്നാ. ഇതിങ്ങനെ മാന്തല്. അതൊരു മീനിന്റെ പേര്. അത് മാന്തല്, ഇത് മാന്തല്. ഇങ്ങനെ മാന്തല്. തൊരപ്പൻ കാട്ടുപന്നിയോട് ചോദിച്ചു, സേട്ടൻ ചെയ്ത് വല്ലാത്ത കടുത്ത കൈയായിപ്പോയി. എൻ്റെ ഫാമിലിക്ക് എനിക്കും ഒരു 5-6 മാസം തിന്നാനുള്ളതാണ് സേട്ടൻ നശിപ്പിച്ച് കളഞ്ഞത്. ഓ, അത് നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ കാട്ടി കൊണ്ടുപോയിട്ട് നിനക്ക് കുറെ സാധനങ്ങളൊക്കെ തരാം. എന്തിന്? പട്ടിണി എടുക്കാനാ? നിങ്ങൾ അവിടെ ഇല്ലാഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി നിനക്ക് തരാടാ, നീ എൻ്റെ കൂടെ വാ. ശരി, തൊരപ്പൻ സമ്മതിച്ചു. അപ്പൊ കാട്ടുപന്നി ചോദിച്ചു, നീ നല്ലോണം മലയാളം പറയണ്ടല്ലോ, ഈ സേട്ടാന്നുള്ള വിളി മാത്രം എന്താ നിന്റെ മാറ്റാത്തത്? അതെ, എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും സേട്ടാന്ന് വിളി മാറ്റരുതെന്ന്. അത് ഞങ്ങളുടെ ട്രേഡ് മാർക്കാണ്. അത് വിട്ടുള്ള കളി വേണ്ടെന്ന് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാട്ടുപന്നി ചോദിച്ചു, ബുദ്ധിമാൻ തന്നെ. അപ്പൊ കാട്ടുപന്നി ചോദിച്ചു, ഈ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാ? തൊരപ്പൻ പറഞ്ഞു, മനുഷ്യന്മാര് പകുതി മൃഗങ്ങളും പകുതി മനുഷ്യരാ. അതെന്താണ് അങ്ങനെ? അതെന്താന്ന് വെച്ചാൽ ഈ മത്തായിച്ചേട്ടൻ്റെ വീട്ടില് അവര് പരസ്പരം മൃഗങ്ങളുടെ പേര് ചേർത്താ പഠിക്കണേ. പരസ്പരം. നിനക്ക് അങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടായിണ്ടാ? ഇല്ലല്ലേ, നമ്മൾ അറിയരുത്. അങ്ങനെ കാട്ടുപന്നിയും ഇവരും നടന്ന് കാട്ടിലേക്ക് പോയി. തൊരപ്പനൊക്കെ കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആനേനെ കണ്ടപ്പോൾ ഈ തോരപ്പൻ അങ്ങോട്ട് തോണ്ടിക്കൊടുത്തു. ആനച്ചേട്ടന് എന്തിനിങ്ങനെ കഷ്ടപ്പാട് വെച്ച് കാട്ടിൽ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടാ? ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആനകൾക്കുള്ളത്.
സുഖചികിത്സയുണ്ട്, ആനമുട്ടുണ്ട്, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പൊ കാട്ടിൽ ആന പറയാ, പിന്നെ അരിക്കൊമ്പിന് വെച്ച ഒരു വെടി എൻ്റെ പുണ്ടിക്കിട്ട് കൊണ്ടുവന്നിട്ട് ഒരാഴ്ച ഞാൻ ജലപാനമില്ലാതെ കിറങ്ങി നിന്നത്. അപ്പൊ പുലി ചോദിക്കും, നിനക്കെന്നാ കുങ്കിയാനകളുടെ കൂടെ അങ്ങ് പോവായിരുന്നില്ലേന്ന്. എന്തിന്? എന്നിട്ട് വേണം തമിഴ്നാട്ടിൽ ചെന്ന് കിടക്കാൻ, എനിക്കാണെങ്കിൽ തമിഴ് അറിഞ്ഞുകൂടാ. എന്നിട്ട് ആ കാട്ടിലെ ആന വീണ്ടും തുടർന്നു, ഈ ദൈവം ദൈവം ഈ മൃഗങ്ങളെ ഒക്കെ ഒരേപോലെ സൃഷ്ടിച്ചത്. ഈ മനുഷ്യരാണ് രണ്ടായിട്ട് തരംതിരിച്ചത്, ഡൊമസ്റ്റിക് എന്നും വൈൽഡ് എന്നൊക്കെ ആയിട്ട് അങ്ങോട്ട് തരംതിരിച്ചത്. അതിന്റെ കഥ കേൾക്കണമല്ലേ? അതിന്റെ കേൾക്കണമെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അതുവരേക്കും It's me, Matanga Talk, signing off.